പിണറായി സർക്കാരിന്റെ 10 വർഷത്തെ ഭരണം നാടിനെ എത്തിച്ചത് കരുവന്നൂർ മോഡൽ അഴിമതികളിലേക്കാണ്. സാധാരണക്കാരായ നിക്ഷേപകരെ വഞ്ചിച്ച് കള്ളപ്പണ അഴിമതി കേസിൽ ഭരിക്കുന്ന പാർട്ടി തന്നെ പ്രതിയാകുമ്പോൾ ഏത് ധാർമ്മികതയുടെ പുറത്താണ് പിണറായി വിജയനും ഇടതുമുന്നണിയും ഭരണം തുടരുന്നത്? ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയായിരുന്ന 1996-ലെ SNC ലാവ്ലിൻ കേസ് ഒരു തുടക്കം മാത്രമായിരുന്നു. പിന്നീട് അധികാരം കൈയാളിയപ്പോഴെല്ലാം അഴിമതികൾ തുടർക്കഥയായി. കഴിഞ്ഞ 9 വർഷം ഈ അഴിമതി പരമ്പരയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി ഭരണം മാറി. കേരളത്തെ അഴിമതിയിൽ മുക്കിയ ഭരണമാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ കാഴ്ചവെച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഓരോ അഴിമതിയുടെയും പ്രഭവ കേന്ദ്രമായി മാറി. ഉദ്യോഗസ്ഥർ മുതൽ മന്ത്രിമാർ വരെ ഈ അഴിമതിയിൽ പങ്കുചേർന്നു. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ പ്രതിയാണ്. ഒരു സേവനവും നൽകാതെ 2 കോടി രൂപ CMRL നിന്നും വീണ വിജയൻ കൈപ്പറ്റിയത് മുഖ്യമന്ത്രിയുടെ സഹായത്തിനുള്ള പ്രതിഫലമായിരുന്നു. കമ്മീഷൻ വാങ്ങുന്നത് തെറ്റല്ലെന്ന് പറയുന്ന മുഖ്യമന്ത്രി കേരളീയ സമൂഹത്തെ വെല്ലുവിളിക്കുകയല്ലേ? ലൈഫ് മിഷൻ പദ്ധതിയിൽ പാവപ്പെട്ടവർക്ക് വീട് നൽകുന്നതിന് പോലും കോഴ വാങ്ങി. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ 1 കോടി രൂപ കൈപ്പറ്റിയത് ഇതിന് തെളിവാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംശയത്തിന്റെ നിഴലിലാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പോലും തട്ടിപ്പ് നടന്നു. കോവിഡ് കാലത്തും ഈ സർക്കാർ കൊള്ള തുടർന്നു. PPE കിറ്റുകൾക്ക് അമിത വില ഈടാക്കി. ഫോൺ പദ്ധതിയും കിഫ്ബിയുമെല്ലാം അഴിമതിയുടെ കൂടാരമായി മാറി. കഞ്ചിക്കോട് ബ്രൂവറി അനുവദിച്ചതിലും അഴിമതി ആരോപണം ഉയർന്നു. സോളാർ പദ്ധതികൾക്കായി അനേർട്ടിന് നൽകിയ കരാറുകളിൽ തുക പെരുപ്പിച്ച് കാണിച്ച് ക്രമക്കേട് നടത്തി. 2023 മാർച്ചിൽ കൊച്ചി നഗരത്തെ വിഷപ്പുകയിൽ മുക്കിയ ബ്രഹ്മപുരം മാലിന്യം പ്ലാന്റിന്റെ തീപിടുത്തം അഴിമതിയുടെ സൂചനയായിരുന്നു. CPM നേതാവിന്റെ മരുമകനായിരുന്നു മാലിന്യ സംസ്കരണത്തിന്റെ അഴിമതി കരാർ ലഭിച്ചത്. കൂടിയ വിലയ്ക്ക് AI ക്യാമറ സ്ഥാപിച്ചും അഴിമതി നടത്തി. 726 ക്യാമറകൾ സ്ഥാപിക്കുവാൻ ചിലവഴിച്ചത് 232 കോടി രൂപയാണ്. ഇത് സ്ഥാപിച്ച കമ്പനിയാകട്ടെ മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധവുമുണ്ട്. ഏതൊരു അഴിമതിക്ക് പിന്നിലും പിണറായി വിജയനും കുടുംബവുമാണ്. ഈ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിന്റെ മകളുടെയും മരുമകന്റെയും വികസനമാണ് ഈ സർക്കാർ കഴിഞ്ഞ 9 വർഷത്തെ അഴിമതിയിലൂടെയും തട്ടിപ്പിലൂടെയും നടപ്പാക്കിയത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉദ്യോഗസ്ഥ പരിവാരങ്ങളും കേരളത്തെ കട്ടുമുടിക്കുന്നതിനാണ് കഴിഞ്ഞ 9 വർഷമായി നാം സാക്ഷ്യം വഹിക്കുന്നത്. കമ്മീഷൻ അടിക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ് LDF സർക്കാരിന്റെ എല്ലാ പദ്ധതികൾക്കും ഉണ്ടായിരുന്നത്. ഇതാണ് LDF സർക്കാരിന്റെ അഴിമതിയും തട്ടിപ്പും നിറഞ്ഞ കേരള മോഡൽ.